ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ 2-3 ദിവസം 5 ദിവസം ആയിട്ടുണ്ടാവും, ഒരുപാട് ഗ്യാപ്പായി. എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരാക്കാൻ കൊടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കമൻറ്റ് ചെയ്തവർക്കൊന്നും റിപ്ലൈ തരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഫോണ് കിട്ടിയതും തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഏതൊക്കെ അളവുകളാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അളവുകൾ എങ്ങനെയാണ് ഫാർമുലാസ് വെച്ചിട്ട് നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതായത് മാർക്കിങ് കാണിക്കുന്നില്ല, ഫാർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അളവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിനായിട്ട് ചെറുതായിട്ട് വരച്ചിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഫാർമുല വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് ലെങ്ത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് മാറ്റം വരിക അല്ലേ. ഇത് ഫാർമുല വെച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഫാർമുല വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ചെസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ലെങ്ത്തും മാറ്റം വരിക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളിനായിട്ട് 36 സൈസ് ചെസ്റ്റും നമ്മുടെ മിഡിൽ ബ്രസ്റ്റ്, അതായത് മിഡിൽ ചെസ്റ്റ് ബ്രസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ റൗണ്ട് 37 കേട്ടോ എടുക്കുന്നത്. ഇത് എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് 1 ഇഞ്ച് കൂടുതലായിട്ടുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ബിഗിനേഴ്സിന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനായിട്ടാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ 36, അതായത് 36 നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത്. ചെസ്റ്റ് റൗണ്ട് നമ്മുടെ കൈക്കുഴിയുടെ ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരിക. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ടാണ് ഒന്നും കൂടി പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ലെങ്ത്ത് എടുക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗം ആദ്യം എടുക്കുക കേട്ടോ. അതായത് 36 / 4. അപ്പം നമുക്ക് ചെസ്റ്റിൽ 4/1 ഭാഗം എടുക്കുമ്പോൾ നമുക്കിവിടെ 36 സൈസിന് 9 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ആൻസർ, അതായത് ഈ 9 ഇഞ്ചിന് +4 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 13 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത്തായിട്ട് വരുന്നത്. അതായത് 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് 13 ഇഞ്ചാണ് ഫാർമുല വെച്ചിട്ട് നോക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റിനനുസരിച്ചിട്ട് ലെങ്ത്തിൽ മാറ്റം വരാം. നമ്മൾ കസ്റ്റമർ പറയുന്ന അളവിലാണ് ലെങ്ത്തൊക്കെ എടുക്കുക. അപ്പോൾ ഫാർമുല വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 36 ചെസ്റ്റ് അളവുള്ളവർക്ക് 13 ഇഞ്ച് ഇറക്കമായിരിക്കും കേട്ടോ വരുന്നത്. അതായത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ചെസ്റ്റ് സൈസിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസറിന് +4 ചെയ്താൽ നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത്, അതായത് ബാക്ക് സൈഡ് ലെങ്ത്ത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമുക്ക് ഷോൾഡറാണ് നോക്കേണ്ടത്. ഷോൾഡർ നോക്കാനും നമുക്ക് ചെസ്റ്റ് സൈസാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ 6/1 ഭാഗമാണ് നമുക്ക് ഷോൾഡറായിട്ട് വരുന്നത്. അതായത് ഹാഫ് ഷോൾഡർ നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 36 ഇഞ്ചാണ് ചെസ്റ്റ്. അത് 6/1 ഭാഗം എടുക്കുമ്പോൾ, അതായത് ഡിവൈഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ 6 ഇഞ്ചാണ് കിട്ടുക. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ 6/1 ഭാഗം എടുക്കുക. നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ഇവിടെ 6 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് ചെസ്റ്റ്, അപ്പർ ചെസ്റ്റാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പർ ചെസ്റ്റ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കൈക്കുഴിയുടെ ബോക്സ് വരുന്നവിടെയാണ് കേട്ടോ. അപ്പം അതായത് ഈ ബ്ലൗസിൻ്റെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇപ്പുറത്തെ കൈക്കുഴിയുടെ റൗണ്ട്, അതായത് ബോഡിയുടെ ഫുള്ളായിട്ട് വരുന്ന റൗണ്ട് അപ്പർ ചെസ്റ്റ്. അപ്പോൾ ഇവിടെ അപ്പർ ചെസ്റ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 36 ആണ്. അപ്പോൾ ഇതിന് ഫാർമുല ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ അപ്പർ ചെസ്റ്റും മിഡിൽ ചെസ്റ്റും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ള അളവുകൾ ഫാർമുല വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതായത് അപ്പർ ചെസ്റ്റും
നമ്മുടെ ബ്രസ്റ്റും കറക്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 36 ചെസ്റ്റ് സൈസ് വരുന്നത്. നമ്മൾ 4 ഫോൾഡ് ചെയ്തിട്ട് ഇടുന്നത് കൊണ്ട് 36 നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ 4/1 ഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ 36 അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഭാഗത്തുനിന്ന്, ഈ മടക്ക് ഭാഗത്തു നിന്നും ഇവിടേക്കായിട്ട് വരുന്ന അളവാണ് കേട്ടോ ഈ 9 ഇഞ്ച്. അപ്പോൾ 36 സൈസ് അളവുള്ളവർക്ക് ചെസ്റ്റ് 4 ഫോൾഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ബ്രസ്റ്റ് റൗണ്ടാണ്. മിഡിൽ ചെസ്റ്റ് ബ്രസ്റ്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ റൗണ്ടാണ് നോക്കേണ്ടത്. ഇതും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 37. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ചെസ്റ്റ് ചെയ്ത പോലെ തന്നെ ബ്രസ്റ്റും 4/1 ഭാഗം തന്നെയാണ് കേട്ടോ എടുക്കുക. അപ്പം നമുക്ക് 37 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 37 ഡിവൈഡഡ് ബൈ 4 ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് 9.4 ഇഞ്ച് 9.25 അടുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫോണിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് നോക്കിയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേസ്റ്റ് റൗണ്ടാണ് നോക്കേണ്ടത്. അതായത് ബാക്ക് സൈഡത്തെ വേസ്റ്റ് റൗണ്ടാണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ ബാക്ക് സൈഡത്തെ വേസ്റ്റ് റൗണ്ട് നോക്കാനായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ 4 ഇഞ്ച് കുറവായിരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതായത് എപ്പോഴും കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ. അതായത് ഫിറ്റായിട്ടുള്ളൊരു ബോഡിയുടെ അളവാണ് പറയുന്നത്. വേസ്റ്റ് റൗണ്ടും ലെങ്ത്ത് പറഞ്ഞ പോലെ തന്നെ വയറുള്ളവർക്കും വയറില്ലാത്തവർക്കും മാറ്റം വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫാർമുല വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൽ നിന്നും 4 ഇഞ്ച് കുറവായിരിക്കും നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 36 നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ 36 മൈനസ് 4 ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ -4 ചെയ്യുമ്പോൾ 32 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ 32 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ 32 പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ഫുൾ റൗണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്ത് 4 ഫോൾഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ 32 എന്നുള്ളത് 4 ഭാഗിച്ചിട്ട് നമ്മൾ അതിലൊരു ഭാഗമാണ് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ടും കഴിഞ്ഞു, വേസ്റ്റ് റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് നെക്ക് വിത്താണ് കേട്ടോ. അപ്പോൾ ഈ നെക്ക് വിത്തിലായിരിക്കും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. ഈ നെക്ക് ഒരുപാട് വൈഡായി പോയാലും ഈ ഷോൾഡർ ഇറങ്ങി പോകുന്ന പ്രശ്നം വരും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് വിത്ത് നോക്കാനായിട്ടും ഫോർമുല ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് വിത്ത് നോക്കാൻ നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് വേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത്, ചെസ്റ്റ് റൗണ്ടിൻ്റെ 12/1 ഭാഗമാണ് നമ്മുടെ നെക്ക് വിത്തായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 12/1 ഭാഗം എടുത്താൽ നിങ്ങളുടെ നെക്ക് വിത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 36 നമ്മുടെ ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ 36 12/1 ഭാഗം പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പം നമുക്കിവിടെ 36 ഇഞ്ചിന് 12 ഭാഗിക്കുമ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ 3 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിത്തായിട്ട് വരുന്നത്. അതായത് ഈ മടക്ക് ഭാഗത്തിൽ നിന്നും ഈ ഭാഗം മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ നെക്ക് വിത്ത് 3 ഇഞ്ച്. 36 സൈസ് ചെസ്റ്റിന് 3 ഇഞ്ചാണ് നെക്ക് വിത്ത് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ആം ഹോൾ റൗണ്ടാണ് കേട്ടോ നോക്കേണ്ടത്. പിന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ബോക്സ് ലെങ്ത്തിൻ്റെ കണക്കില്ല കേട്ടോ. നമ്മളെപ്പോഴും റൗണ്ട് അനുസരിച്ചിട്ടാണ് ബോക്സിൻ്റെ ലെങ്ത്ത് ഇറക്കം കൂടുതലും കുറയ്ക്കുകയും ചെയ്യാറുള്ളത്. അതല്ലാതെ ഈ 36 ചെസ്റ്റിന് 37 ചെസ്റ്റിന് ഓരോ അളവെന്ന് കണക്കില്ല കേട്ടോ. നമ്മുടെ ആം ഹോൾ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ ബോക്സ് ലെങ്ത്ത് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ആം ഹോളിൻ്റെ റൗണ്ട് നോക്കാം. അപ്പോൾ ആം ഹോൾ റൗണ്ട് നോക്കാനായിട്ട്, അതായത് ഈ റൗണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ആം ഹോൾ റൗണ്ട് നോക്കാനായിട്ടും നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 36 ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ 36 ഇഞ്ചിൻ്റെ 4/1 ഭാഗം ആദ്യം നമുക്ക് എടുക്കാം കേട്ടോ. 36 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ
നമുക്ക് 9 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ 9 ഇഞ്ചിന് -1 ഇഞ്ച് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ചെസ്റ്റ് സൈസിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ആൻസറിൽ നിന്നും 1 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 8ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഒരു സൈഡത്തെ ആം ഹോൾ റൗണ്ട്. അതായത് ഈ ഒരു സൈഡത്തെ ആം ഹോൾ റൗണ്ടാണ് നമുക്ക് 8 ഇഞ്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ×2 അതായത് ×2 ചെയ്യുമ്പോൾ നമുക്ക് 16 ഇഞ്ച് കിട്ടും. അതായത് ഈ ഫുൾ റൗണ്ട് ഞാനിപ്പോൾ 8 ഇഞ്ച് പറഞ്ഞത് ഈ ഒരു ഭാഗത്തത്തെ ഫ്രണ്ട് ഭാഗത്തത്തെ അളവാണ് ഈ 8. നമുക്ക് ഫുൾ റൗണ്ട് വേണം പറയുമ്പോൾ ×2 ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 16 ഇഞ്ചാണ് വരിക. 8 × 2 ചെയ്യുമ്പോൾ നമുക്ക് 16 ഇഞ്ച് വരും. അപ്പോൾ അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഫുൾ റൗണ്ടായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയിട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ആം ഹോൾ റൗണ്ടിന് എടുക്കാനായിട്ട് ആദ്യം ചെസ്റ്റ് /4 ചെയ്യുക. അതിൽ കിട്ടുന്ന ആൻസറിന് -1 ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈഡത്തെ ആം ഹോൾ റൗണ്ട് കിട്ടും. അതിന് 2 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡത്തെ ആം ഹോൾ റൗണ്ടിൻ്റെ അളവ് കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റ്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നിപ്പിൾ പോയിൻറ്റ് വരെയുള്ള ഇറക്കമാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ബ്ലൗസിൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്, അതായത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ നിന്ന് മെയിൻ ടെക്കിൻ്റെ ഈ പോയിൻ്റ് ഉണ്ടല്ലോ ഇവിടെ വരെയുള്ള ഇറക്കം, ഇതാണ് നമ്മുടെ നിപ്പിൾ പോയിൻറ്റ്. അപ്പോൾ അവിടെ വരെയുള്ള ഇറക്കമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും നേരം നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ കപ്പ്, അതായത് ടക്കുകളൊക്കെ അളക്കാനായിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ബ്രസ്റ്റിൻ്റെ അളവ് 37ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഇറക്കം കണ്ടെത്തേണ്ടത് കേട്ടോ. അതായത് ഈ ഇറക്കം നമുക്ക് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ അളവ് ഇവിടെ 37 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ ബ്രസ്റ്റ് സൈസിൻ്റെ 4/1 ഭാഗമാണ് നമ്മുടെ ഷോൾഡർ ടു BP വരെയുള്ള പോയിൻ്റ്, അതായത് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള പോയിൻ്റ് കേട്ടോ. അപ്പോൾ 37 / 4 ചെയ്യാം കേട്ടോ. അതായത് നേരത്തെ നമ്മൾ മിഡിൽ ചെസ്റ്റ്, അതായത് ബ്രസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ 37 / 4 അതേ ഫോർമുല തന്നെയാണ് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെ വരുന്നതും. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അതേ അളവാണ് നമ്മുടെ ബ്രസ്റ്റ് റൗണ്ട് ചെയ്തുവല്ലോ, അപ്പോൾ അതും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാട്ടിലും ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് BP to BP, അതായത് 2 ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള വിത്താണ് കേട്ടോ അറിയേണ്ടത്. അപ്പം നമ്മളിവിടെ 4 ഫോൾഡ് ചെയ്തിട്ടാണ് പൊതുവേ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും, അതായത് കൊക്കിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നും ഈ പോയിൻ്റ് വരെയുള്ള അളവാണ് നോക്കേണ്ടത്. അതായത് ഒരു സൈഡത്തെ മാത്രം നോക്കുക നമുക്ക്. അപ്പോൾ അതിനായിട്ടുള്ള ഫോർമുലയ്ക്കായിട്ട് നമ്മൾ ഇത്ര നേരം ചെസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ബ്രസ്റ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 37ആണ് ബ്രസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ BP to BP നോക്കാനായിട്ട് 37, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 10/1 ഭാഗമാണ് ഈ കൊക്കിയുടെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് കേട്ടോ. അപ്പം നമ്മൾ 37 / 10 ചെയ്യുമ്പോൾ നമുക്ക് 3.7 ഇഞ്ചാണ് കിട്ടുക. ഈ 0.7 പറയുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് അല്ലാതെ അതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്ററിൽ വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അത് അങ്ങനെ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് BP to BP എങ്ങനെയാണ് കണ്ടെത്താന്നുള്ളത് നമ്മളിപ്പോൾ നോക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് പീസും ബെൽറ്റും കൂടി ജോയിൻ ചെയ്യുന്ന ഈ ഭാഗമാണ് പറയുന്നത് അണ്ടർ ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പ്.
അപ്പോൾ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കം കണ്ടെത്താനായിട്ട് നമുക്ക് ബ്രസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഫാർമുലാസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 37. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ 1/3 ഭാഗമാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റിൻ്റെ അണ്ടർ, അതായത് അടിഭാഗം ഉണ്ടല്ലോ, ബെൽറ്റും അതും ജോയിൻ ചെയ്യുന്നത്, ആ ഭാഗം വരെയുള്ള ഇറക്കം. അപ്പോൾ നമ്മൾ 37 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കവും മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ മെയിൻ ടക്ക്, അതായത് ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ കൊക്കിയുടെ അവിടെ നിന്ന് BP to BP പോയിൻ്റ് എടുത്ത് ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ്, അതായത് നമ്മൾ ബ്ലൗസിൽ മെയിൻ ടക്ക് പിടിക്കുമ്പോൾ ഈ പീസ് കണ്ട, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനും ഓരോ അളവുകളുണ്ട്, അത് കറക്റ്റായിട്ട് പിടിച്ചാൽ മാത്രമേ കപ്പിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് സൈഡ് ടക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ബ്രസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 37. അപ്പോൾ 37-ൽ 13-1 ഭാഗമാണ്, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 13-1 ഭാഗമാണ് എടുക്കുക കേട്ടോ. അപ്പോൾ 13-1 ഭാഗം പറയുമ്പോൾ 37 ഡിവൈഡഡ് ബൈ 13 ചെയ്യുമ്പോൾ നമുക്ക് 2.8 ആണ് കിട്ടുക. 2.8 പറയുമ്പോൾ 3 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. നമ്മൾ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ 2.8 എന്നാണ് കാണിക്കുക. അപ്പോൾ 2.8 പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ 3 ഇഞ്ചിന് ഈ ഭാഗത്തായിട്ടാണ് പിടിക്കുക, അതായത് ടോട്ടലായിട്ട് 3 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൈഡ് 1.5 ഇഞ്ചും ഇപ്പുറത്തെ സൈഡ് 1.5 ഇഞ്ചും, അങ്ങനെ 3 ഇഞ്ചാണ് നമ്മൾ അടിഭാഗത്തെ മെയിൻ ടക്ക് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടക്ക് അനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ കപ്പിൻ്റെ ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ കാര്യം മെയിനായിട്ടും ബ്ലൗസിൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ടക്കിൻ്റെ കാൽക്കുലേഷനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കൊക്കിയുടെ അവിടുത്തെ ടക്കും കൈക്കുഴിയുടെ അവിടുത്തെ ടക്കുമാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വലിയ കാൽക്കുലേഷനൊന്നും ഇല്ല, ഈ 2 ടക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് കാൽക്കുലേഷൻ ഇല്ല. കൈക്കുഴിയുടെ അവിടെ വരുന്ന ടക്ക് ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ച് 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. പിന്നെ കൊക്കിയുടെ അവിടുത്തെ ടക്ക് 1/2 ഇഞ്ചൊക്കെ മതിയാവുണ്ടാവും. അത് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ടക്കുകളിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മെയിൻ ടക്കിൻ്റെ അവിടെ നിന്ന് ബാലൻസുള്ള 2 ടക്കിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസാണ് കേട്ടോ. അതായത് മെയിൻ ടക്കിൻ്റെ അവിടെ നിന്ന് കൊക്കിയുടെ അവിടുത്തെ ടക്ക് ഉണ്ടല്ലോ, അവിടെ വരെയുള്ളത് 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് വേണം കേട്ടോ. അതായത് ഈ ടക്കിൻ്റെ അവിടെ നിന്ന് മെയിൻ ടക്ക് വരെയുള്ള ഡിസ്റ്റൻസാണ് പറയുന്നത്. അതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിൽ നിന്നും മെയിൻ ടക്കിലേക്കും സെയിം അതേ ഡിസ്റ്റൻസ് തന്നെ വേണം. ഇത് വന്നിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. 1.5, 1.25, 2 ഇഞ്ച്, അങ്ങനെ ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ബ്ലൗസിൻ്റെ ഈ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിത് മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. സ്പീഡായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മുടെ ലെങ്ത്ത് നോക്കാനായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ 4-1 ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഒപ്പം +4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് നമ്മുടെ ലെങ്ത്ത് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഷോൾഡർ നമ്മുടെ ചെസ്റ്റിൻ്റെ 6-1 ഭാഗമാണ് കേട്ടോ. പിന്നെ അപ്പർ ചെസ്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ 4-1 ഭാഗമാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ അപ്പർ ചെസ്റ്റായിട്ട് വരുന്നത്. അടുത്തത് മിഡിൽ ചെസ്റ്റും നമ്മുടെ മിഡിൽ ചെസ്റ്റ് എത്രയാണോ, അതായത് ബ്രസ്റ്റ് എത്രയാണോ അതിൻ്റെ 4-1 ഭാഗമാണ്. പിന്നെ വേസ്റ്റ് നമ്മുടെ ചെസ്റ്റിനെക്കാട്ടിലും 4 ഇഞ്ച് കുറവായിരിക്കും നമ്മുടെ വേസ്റ്റ് വരുന്നത്. അടുത്തത് നെക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ 12-1 ഭാഗമാണ്, അതായത് നെക്ക് വിത്ത് 12-1 ഭാഗമാണ് ചെസ്റ്റിൻ്റെ വരുന്നത് കേട്ടോ. അടുത്തത് ആം ഹോൾ റൗണ്ടും നമ്മുടെ ചെസ്റ്റിൻ്റെ 4-1 ഭാഗം ആദ്യം എടുത്തിട്ട് അതിൽ കിട്ടുന്ന ആൻസറിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അതിൽ കിട്ടുന്ന ആൻസറിനെ × 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട്, ഫുൾ റൗണ്ട് കേട്ടോ, നമ്മുടെ ആം ഹോളിൻ്റെ ഫുൾ റൗണ്ട്.
അടുത്ത ഷോൾഡർ ടു BP, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ളത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 4/1 ഭാഗമാണ്. അടുത്തത് BP ടു BP, ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള വിത്ത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 10/1 ഭാഗമാണ്. പിന്നെ മെയിൻ ടക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ 13/1 ഭാഗമാണ് നമ്മുടെ മെയിൻ ടക്ക്, നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ അത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇനി വരുന്ന വീഡിയോസിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഇനി വരുന്ന നിങ്ങളുടെ ഡൗട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.